ഹായ്, ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മുടെ ഫേസ് പാക്കിന്റെ മൂന്നാമത്തെ ചലഞ്ചിങ് ഡേ ആണ്. അപ്പോ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇന്ന് നല്ല രീതിക്ക് വെയില് കൊണ്ടിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് സിറ്റി വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോ നല്ല രീതിക്ക് വെയിലടിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഫേസ് കവർ ചെയ്തിട്ടാണ് പോയത്, എങ്കിൽ കൂടി നന്നായിട്ട് വെയില് കൊണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പോലെ തന്നെ ഇന്ന് ഞാൻ ഫേസ് പാക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം, ഇത് നല്ല തണുത്ത തൈരാണ്. പക്ഷെ പുറത്തൊക്കെ പോയിട്ട് വന്നതുകൊണ്ട് തന്നെ നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോ ഞാൻ ഈ ഫേസിലെല്ലാം നല്ല രീതിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് വെച്ചേക്കണം. ഇടയ്ക്കിടയ്ക്ക് ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് സ്പ്രേ ബോട്ടിൽ വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇല്ല, സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെള്ളം തൊട്ട് നനച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ ഡ്രൈ ആക്കരുത്. ലാസ്റ്റ് കുറച്ച് ഡ്രൈ ആക്കിയതിനു ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് ഇത് റിമൂവ് ചെയ്തിടണം. അപ്പോ ഞാനിപ്പോ ഇത് മൂന്നാമത്തെ ദിവസമാണ്. എന്റെ മുമ്പത്തെ 3 വീഡിയോസും നല്ല രീതിക്ക് ആൾക്കാർ കാണുന്നുണ്ട്, നല്ല റെസ്പോൺസ് ഉണ്ട്. പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല. അതിനെനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അപ്പൊ ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം, ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോ പിന്നെ കുറച്ച് പേർക്ക് എന്നോട് ചോദിച്ചെന്ന് വെച്ചാൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, പേഴ്സണൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചോദിച്ചെന്ന് വെച്ചുകഴിഞ്ഞാല് എന്ത് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഇതിലെന്താണ് ആഡ് ചെയ്തിരിക്കുന്നതെന്ന് ഉള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് വീഡിയോയില് ഇതെന്താണെന്നും ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ടെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയാം. ഇതെന്ന് വെച്ചാല് ഓർഗാനിക്, എന്റെ തന്നെ ഓർഗാനിക് പ്രൊഡക്റ്റ് തന്നെയാണ്. ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണ്. 100% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. 7 or 8ഓളം ഹെർബൽസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മെയിൻ ആയിട്ട് ഓറഞ്ചിന്റെ പീല് ഉണക്കി പൊടിച്ചതാണ്. ഓറഞ്ചിന്റെ പീല്, പിന്നെ നമ്മുടെ എഷ്ടി ചൂർണം എന്ന് പറയുന്നത്, നമ്മൾ എല്ലാവർക്കും എഷ്ടി ചൂർണം എന്ന് പറഞ്ഞാൽ അറിയില്ല, ഇരട്ടി മധുരം എന്ന് പറയും. അപ്പൊ അതിലുള്ള കുറച്ച് കണ്ടന്റ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കിൻ വൈറ്റനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ കണ്ടന്റും സ്കിൻ വൈറ്റനിങ്ങിനും സ്കിൻ സ്മൂത്തനിങ്ങിനും